നമസ്കാരം, ഇൻവാക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, ഇന്ന് വ്യാപാരികളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വലിയൊരു നീറുന്ന പ്രശ്നമാണ് MSME പേയ്മെൻറ്റുകൾ. എന്താണ് MSME, എന്താണ് ഇതിനെക്കുറിച്ചുള്ള ഒരു രൂപരേഖ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാക്കി തരിക എന്നുള്ളതാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. മെയിൻലി ഇത് കഴിഞ്ഞ ബഡ്ജറ്റ് സ്പീച്ചിൽ സെൻട്രൽ ഫിനാൻസ് മിനിസ്റ്റർ അവതരിപ്പിച്ചൊരു പുതിയ ക്ലോസ് ഉണ്ട് ഇൻകം ടാക്സിൽ, 43BH എന്ന് പറഞ്ഞിട്ട്. എന്താണ് 43BH പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, MSME രജിസ്ട്രേഷനുള്ള ആൾക്കാരുടെ നിന്ന് മേടിച്ച സാധനങ്ങളുടെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് 45 ഡേയ്സ് അല്ലെങ്കിൽ 15 ഡേയ്സിനുള്ളിൽ, അതായത് 15 ഡേയ്സ് എന്ന് പറയുന്നത് വിത്തൗട്ട് എഗ്രിമെൻറ്റ്, 45 ഡേയ്സ് പറഞ്ഞാൽ വിത്ത് എഗ്രിമെൻറ്റ് ഉള്ള ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട് എങ്കിൽ ആ എമൗണ്ട് നിങ്ങളുടെ ഇൻകത്തിലേക്ക് ആഡ് ബാക്ക് ചെയ്യും എന്ന് പറയുന്ന ഒരു ക്ലോസ് പുതുതായിട്ട് അവർ അവതരിപ്പിച്ചു. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ സാമ്പത്തിക വർഷം തീരുമ്പോൾ നിങ്ങൾക്ക് ഒരു 5 ലക്ഷം രൂപ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട് എന്ന് വയ്ക്കുക. ഈ ഔട്ട്സ്റ്റാൻഡിങ്ങിൽ MSME രജിസ്ട്രേഷൻ ഉള്ള ആൾക്കാർക്ക് എത്ര രൂപ ഉണ്ടെന്ന് കണ്ടുപിടിച്ച് അതിൽ തന്നെ ഈ പറയുന്ന എഗ്രിമെൻ്റ് ഉള്ള വ്യാപാരി എത്രയുണ്ട്, എഗ്രിമെൻ്റ് ഇല്ലാത്ത വ്യാപാരി എത്രയുണ്ട് നോക്കിയിട്ട് ആ എമൗണ്ട് കണ്ടെത്തി നിങ്ങളുടെ ആ വർഷത്തെ എക്സ്പെൻസിൽ അത് ഡിസലവ് ചെയ്യുക എന്ന് പറയുന്ന ഒരു രീതിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് 1 ലക്ഷം രൂപയുടെ ഒരു സാധനം ഒരാൾ മേടിച്ചു, ആ പേയ്മെൻറ്റ് ഇപ്പോൾ ഉദാഹരണത്തിന് മാർച്ച് 1 മേടിച്ച പേയ്മെൻറ്റ് വിത്ത് എഗ്രിമെൻ്റ് ആണെങ്കിൽ നിങ്ങൾ ഏപ്രിൽ 15 കൊടുക്കണം. അങ്ങനെ കൊടുക്കാത്ത പക്ഷം ആ വർഷത്തെ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ആ എമൗണ്ട് നിങ്ങളുടെ ഇൻകത്തിലേക്ക് ആഡ് ബാക്ക് ചെയ്ത് ടാക്സ് അടയ്ക്കുക എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് കൺഫ്യൂഷൻസ് നിൽക്കുന്ന ഒരു ഏരിയ ഉണ്ട്. ആദ്യം എന്താണ് MSME എന്ന് മനസ്സിലാക്കിയാലാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ക്ലിയർ ചെയ്യാൻ പറ്റുക. MSME ആക്ട് 2006 വരുന്ന സമയത്ത് അതിനകത്ത് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മാനുഫാക്ചേഴ്സിനെയും സർവീസ് പ്രൊവൈഡേഴ്സിനെയുമാണ് ആദ്യകാലത്ത് MSME എന്നുള്ള ആക്ടിൻ്റെ പരിധിയിൽ കൊണ്ടുവന്നിരുന്നത്. അതിൽ തന്നെ MSME എന്ന് പറയുന്നത് 1 കോടി രൂപ വരെ ഇൻവെസ്റ്റ്മെൻറ്റും 5 കോടി വരെ ടേൺ ഓവറുള്ള ആൾക്കാരെ മൈക്രോ എന്നും, 10 കോടി വരെ ഇൻവെസ്റ്റ്മെൻറ്റും 50 കോടി വരെ ടേൺ ഓവറുള്ള ആൾക്കാരെ സ്മോൾ എന്നും, അതിൻ്റെ മുകളിൽ ടേൺ ഓവറുള്ള മീഡിയം എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ സിസ്റ്റം മുന്നോട്ട് പോകുന്നതനുസരിച്ചിട്ടാണ് 2021 കോവിഡ് പാക്കേജും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നപ്പോഴത്തേക്കും ഒരുപാട് സ്ഥലത്തുള്ള റെപ്രസെൻറ്റേഷൻ്റെ പാർട്ടായിട്ട് MSMEയുടെ ഫെസിലിറ്റീസ് കിട്ടുവാനായിട്ട് ട്രേഡേഴ്സിനെയും ഇതിനകത്തേക്ക് ഗവൺമെൻറ് ഇൻക്ലൂഡ് ചെയ്തു. പക്ഷേ അന്ന് ഇൻക്ലൂഡ് ചെയ്യുന്ന ആ ഓഫീസ് മെമ്മോറാണ്ടത്തിൽ കൃത്യമായി പറയുന്നുണ്ടായിരുന്നു, ട്രേഡേഴ്സിനെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് MSMEയുടെ പ്രയോറിറ്റി ലെൻഡിങ് സർവീസിന് വേണ്ടി മാത്രമുള്ള പ്രൊവിഷൻസ് മാത്രമായിരിക്കും ബാധകം. അതല്ലാതെയുള്ള MSMEയുടെ ഒരു കണ്ടീഷൻസും അവർക്ക് ബാധകമല്ല എന്ന് ആ ഓഫീസ് മെമ്മോറാണ്ടത്തിൽ പറയുന്നുണ്ട്. ഇനി MSME ആക്ടിൽ എന്താ പറയുന്നത്? അത് ഇന്നല്ല, അത് നേരത്തെ തന്നെയുള്ള നിയമമാണ്. ഒരു MSME രജിസ്ട്രേഷനുള്ള ഒരു മാനുഫാക്ചറുടെ കയ്യിൽ നിന്ന്, ഒരു സർവീസ് പ്രൊവൈഡർ കയ്യിൽ നിന്ന് നിങ്ങൾ സാധനം മേടിച്ചു കഴിഞ്ഞാൽ എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ പരമാവധി 45 ദിവസം വരെയും, എഗ്രിമെൻ്റ് ഇല്ല എങ്കിൽ 15 ദിവസത്തിനുള്ളിൽ പേയ്മെൻറ്റ് കൊടുത്തുകൊള്ളണമെന്നും, അങ്ങനെ കൊടുക്കാത്ത പക്ഷം അവർ നിയമ നടപടിയിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ ആ സമയത്തുള്ള RBI ഇൻട്രസ്റ്റിൻ്റെ 3 ഇരട്ടി വരെ ഇൻട്രസ്റ്റോട് കൂടി അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കണം എന്ന് പറയുന്ന നിയമമാണ് അതിനകത്തുള്ളത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ അതിന് എന്ത് ചെയ്തു കഴിഞ്ഞാൽ, അതിനെ H എന്ന് പറയുന്ന ഒരു സബ്സെക്ഷനോട് ആഡ് ചെയ്ത് എന്ത് ചെയ്തു, അതിനെ നികുതി കണക്കാക്കുന്നതിലേക്ക് കൂടെ ലിങ്ക് ചെയ്തു. ഇപ്പോൾ ഉദാഹരണത്തിന് സാധാരണഗതിയിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ നികുതി കണക്കാക്കുക എന്ന് പറഞ്ഞാൽ, ആ വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു, അതിൽ വന്നിരിക്കുന്ന ലാഭത്തിൻ്റെ സ്ലാബ് അനുസരിച്ച് നമ്മൾ ടാക്സ് അടയ്ക്കുന്നു. ഈ പുതിയ നിയമം നടപ്പിലായി വരുമ്പോൾ ഇപ്പോൾ നിങ്ങൾ കൊടുക്കാനുള്ള ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടിൽ, ആ സാമ്പത്തിക വർഷം തീർന്നപ്പോൾ കൊടുക്കാനുള്ള ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടിൽ ഈ പറയുന്ന കണ്ടീഷൻസ് അനുസരിച്ച് എഗ്രി ചെയ്യാത്ത എമൗണ്ടുകൾ ഉണ്ടെങ്കിൽ അത്രയും എമൗണ്ടും കൂടെ നിങ്ങളുടെ പ്രോഫിറ്റിലേക്ക് ആഡ് ബാക്ക് ചെയ്ത് നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടി വരുന്നു. അത് അടച്ചിട്ട് എന്നാണോ നിങ്ങൾ ഏത് സമയമാണോ ആ പേയ്മെൻറ്റ് കൊടുക്കുന്നത്, ആ സാമ്പത്തിക വർഷം നിങ്ങൾക്ക് ആ വർഷത്തെ നിങ്ങളുടെ പ്രോഫിറ്റിൽ നിന്ന് കുറയ്ക്കാം. ഇതാണ് പുതിയ നിയമം. ഓക്കെ, ഇത് എങ്ങനെയൊക്കെ നമ്മളെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കേസ്, ആദ്യം നിങ്ങളുടെ ഔട്ട്സ്റ്റാൻഡിങ് ലിസ്റ്റ് എടുത്തിട്ട് എന്താണ് നമ്മുടെ ഔട്ട്സ്റ്റാൻഡിൽ എത്ര പേര് MSME രജിസ്ട്രേഷൻ ഉള്ളവരുണ്ട്, എത്ര പേര് MSME അല്ലാത്തവരുണ്ടെന്നുള്ള ക്ലാസിഫൈ എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. MSME തന്നെ എഗെയിൻ ഞാൻ പറയുന്നു, ട്രേഡേഴ്സ് എത്ര പേരുണ്ട്, മാനുഫാക്ചേഴ്സ് എത്രയുണ്ട്, സർവീസ് എത്രയുണ്ട്. കാരണം ഞാൻ വായിച്ചത്, ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ച് ഇത് എൻ്റെ മാത്രം ഒരു അസംഷനാണ്. കാരണം ഇതിനകത്ത് ഇൻകം ടാക്സ് നോട്ടിഫിക്കേഷൻസ് ഒന്നും വന്നിട്ടില്ല. കാരണം MSME ആക്ടിൻ്റെ മെമ്മോറണ്ടം അനുസരിച്ചിട്ട് ട്രേഡേഴ്സ് ഇതിൻ്റെ പരിധിയിൽ വരില്ല. എന്ന് പറഞ്ഞാൽ ഒരു MSME രജിസ്ട്രേഷൻ ഉള്ള ട്രേഡറിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ സാധനം മേടിച്ചു കഴിഞ്ഞാൽ ആ കൊടുക്കാനുള്ള ഔട്ട്സ്റ്റാൻഡിങ് ഇതിന് ബാധകമാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓൺലി മാനുഫാക്ചറുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡറിൽ നിന്നോ മേടിക്കുന്ന സാധനങ്ങളുടെ ഔട്ട്സ്റ്റാൻഡിങ് മാത്രമാണ് ഈ ആക്ടിൻ്റെ പരിധിയിൽ വരിക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, കാരണം അത് ഓഫീസ് മെമ്മോറണ്ടം 2021 ഇഷ്യൂ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇത് എൻ്റെ മാത്രം ഒരു അഭിപ്രായമാണ്. ഇതിന് ഇൻകം ടാക്സിൽ നിന്നൊരു ക്ലാരിഫിക്കേഷൻ കൃത്യമായി വരേണ്ടതുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ എന്താണ് 43BH, ഇത് നമ്മൾ എങ്ങനെ ബാധിക്കും എന്നുള്ളതിന് ആശങ്കപ്പെടാതെ നമ്മൾ ആദ്യമേ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഔട്ട്സ്റ്റാൻഡിങ് നിൽക്കുന്ന ആൾക്കാരെ ക്ലാസിഫൈ ചെയ്യുക, കൃത്യമായി അതിനകത്ത് MSMEകളിലെ ആൾക്കാരെ നിങ്ങൾ വേർതിരിക്കുക, അതിൽ തന്നെ മീഡിയം അല്ലെങ്കിൽ സ്മോൾ അല്ലെങ്കിൽ മൈക്രോ ഈ ലെവലിൽ അതിനെ ക്ലാസിഫൈ ചെയ്ത് മാറ്റുക. എഗെയിൻ അതിനകത്ത് മാനുഫാക്ചർ ആണോ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡർ ആണോ അല്ലെങ്കിൽ ട്രേഡർ ആണോ നിങ്ങൾ ക്ലാസിഫൈ ചെയ്യുക. ഇതനുസരിച്ചിട്ട് ഈ വർഷത്തെ വോട്ടിംഗ് സമയത്ത് ഈ ഡാറ്റ കൃത്യമായി വെച്ച് കഴിഞ്ഞാൽ
ഏതെങ്കിലും പേയ്മെൻറ്റുകൾ നിങ്ങൾക്ക് കൊടുക്കാണ്ടെങ്കിൽ ഇനിയും നമുക്ക് സമയമുണ്ട്. ഈ സാമ്പത്തിക വർഷത്തിനുള്ളിൽ തന്നെ അത് കൊടുത്ത് തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി ഇത് നമ്മളെ വലിയ രീതിയിൽ ബാധിക്കുകയില്ല. അല്ലാത്ത പക്ഷം വലിയൊരു നികുതി ഈ വർഷം നിങ്ങൾ ഓഡിറ്റിനോട് സമയത്ത് നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് നിർബന്ധിതരാകും എന്നുള്ളതാണ്. ഇതാണ് എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്ന കേസുകൾ. ഇവിടുത്തെ കേസിൽ മെയിൻലി ആൾക്കാർക്ക് ഉയർന്ന കുറേ ചോദ്യങ്ങളുണ്ട്. അതായത് ആദ്യത്തെ ഒരു ചോദ്യം തന്നെ, ഞാനൊരു ട്രേഡറുടെ നിന്ന് മേടിച്ച പേയ്മെൻറ്റ് ഇതിനകത്ത് ബാധകമാണോ ഇല്ലയോ? എൻ്റെ അനുമാനത്തിൽ ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം MSME രജിസ്ട്രേഷൻ ഉള്ളൊരു ട്രേഡറുടെ കയ്യിൽ നിന്നും MSME രജിസ്ട്രേഷൻ തന്നെയുള്ള വേറൊരു ട്രേഡർ മേടിക്കുക, അല്ലെങ്കിൽ MSME ഇല്ലാത്തൊരു ട്രേഡർ മേടിച്ചാലും ഈ പറയുന്ന നിയമം അവരെ ബാധിക്കുകയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഇത് സർവീസസിന് ഇത് ബാധകമാണോ? തീർച്ചയായും ഇതൊരു സർവീസസ്, എന്ത് സർവീസസ് നിങ്ങൾ റിസീവ് ചെയ്യുന്നത് ഒരു MSME രജിസ്ട്രേഷൻ ഉള്ള ഒരാളുടെ നിന്നാണ് നിങ്ങൾ ആ സർവീസ് റിസീവ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഈ പറയുന്ന സമയപരിധിക്കുള്ളിൽ ഈ പേയ്മെൻറ്റ് കൊടുക്കാത്ത പക്ഷം ഇത് ഇൻകത്തിലേക്ക് ആഡ് ബാക്ക് ചെയ്യപ്പെടുന്നതായിരിക്കും. അടുത്ത കേസ്, പ്രിസൻറ്റീവ് ആയിട്ട് ടാക്സ് അടയ്ക്കുന്ന ആൾക്കാരുണ്ട്. അതായത് 44ADയിൽ സ്വയമേ തന്നെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒന്നും കീപ്പ് ചെയ്ത് സർട്ടൻ പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഡിക്ലെയർ ചെയ്ത് സ്ട്രെയിറ്റ് അവേ ടാക്സ് അടയ്ക്കുന്ന ഇൻകം ടാക്സ് അസസീസിന് ഇത് ബാധകമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ഇത് അവരെ സംബന്ധിച്ചുള്ള ഇത് ബാധകമല്ല. വേറൊരു സംശയം, ഈ സാമ്പത്തിക വർഷം തുടങ്ങിയപ്പം 1/4/2023 ഞാൻ കൊടുക്കാനുണ്ടായിരുന്ന എമൗണ്ട് 31/3 ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇത് ബാധകമാണോ? അല്ല. ഓപ്പണിംഗ് നിൽക്കുന്ന ബാലൻസിന് ഇത് ബാധകമല്ല. ഈ സാമ്പത്തിക വർഷം നടന്ന ഇടപാടുകളിൽ നിൽക്കുന്ന ഔട്ട്സ്റ്റാൻഡിങ്ങിനാണ് ഇത് ബാധകമാവുക. അടുത്തൊരു ചോദ്യം, ക്യാപിറ്റൽ ഗുഡ്സ് മേടിക്കുന്നതിനകത്ത് ഇത് ബാധകമാണോ? നിങ്ങളുടെ എക്സ്പെൻഡിച്ചർ നേച്ചറിനുള്ള പർച്ചേസ് മാത്രമാണ് ഇതിൻ്റെ പരിധിയിൽ വരിക. ക്യാപിറ്റൽ ഗുഡ്സ് ആയിട്ട് മേടിക്കുന്ന സാധനങ്ങൾ, ഇപ്പോൾ ഒരു കാറ് മേടിച്ചു, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ മേടിച്ചു, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ മേടിച്ചു, ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചുള്ളൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ഇത്തരം സാധനങ്ങൾ മേടിക്കുന്നതിന് ഈ പറയുന്ന സമയപരിധി ബാധകമല്ല. എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് ഇത് നിങ്ങളെയൊക്കെ ബാധിക്കുക എന്നാണ്, കുറച്ച് എക്സാമ്പിൾസ് വെച്ചിട്ട്. തീർച്ചയായും ഇതിന് ശേഷമുള്ള വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കുന്നതായിരിക്കും. ഓക്കെ, ഇതേപോലൊരു വീഡിയോ ഇനി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.